ക്ലാസ് കുട്ടികൾക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജാവ് വിദ്രോഹി എന്ന നാടകത്തിൻ്റെ മൂന്നാമത്തെ ദൃശ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സേനാപതി കാ പ്രസ്ഥാൻ, സേനാപതി കടന്നു പോകുന്നു. ന്യായാധീശ് കാ പ്രവേശ്, ന്യായാധിപൻ പ്രവേശിക്കുന്നു. ജനത, മാനനീയ ന്യായാധീശ് മഹോദയ, ആദരണീയനായ ന്യായാധിപനെ, हम लोग जानना चाहते हैं कि हेम के साथ महाराज की वह जो लड़ाई हो रही है वह कहाँ तक उचित है. ഹേമിനോടൊപ്പമുള്ള മഹാരാജാവിൻ്റെ യുദ്ധം അതെത്ര ഉചിതമാണെന്ന് ഞങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ജനത പറഞ്ഞപ്പോൾ ചോദ്യം എന്താണ്? ജനത ന്യായാധീശ് സെ ക്യാ ജാൻന ചാഹത്തി ഹെ, ജനങ്ങൾ ന്യായാധീശനിൽ നിന്ന് എന്താണ് അറിയുവാൻ ആഗ്രഹിക്കുന്നത്? ഹേമ കെ സാത്ത് മഹാരാജ് കി ലഡായി ഉചിത് ഹേ യാ നഹീം, മഹാരാജാവിൻ്റെ യുദ്ധം ശരിയാണോ, ഉചിതമാണോ അല്ലയോ എന്നാണ് ജനങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നത്. ന്യായാധീശ്, അരേ ജരാ ഇസ്കി ബാത്ത് സുനോ, വേത്തോ രാജാ ഹേ. ഹേയ്, ഇതിനെക്കുറിച്ച് കേൾക്കൂ, അത് അദ്ദേഹം മഹാരാജാവാണ്. അപ്പം ജനത പറയാണ്, ഇസീലിയെ തോ വേ ന്യായധർമ്മ കാ പാലൻഹാർ ഹോങ്കെ, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നീതിയുടെ സംരക്ഷകനായിരിക്കും, അതുകൊണ്ട് തന്നെ അദ്ദേഹം നീതിയുടെ സംരക്ഷകനായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ന്യായാധീശ് പറയാണ്, ന്യായ് അന്യായിത്തോ രാജാഹി ജാൻദേഹെ, ന്യായ അന്യായങ്ങളെക്കുറിച്ച് രാജാവാണ് അറിയുന്നത്. ഹം ലോഗ് ക്യാ കർ സക്തേ ഹേ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പം ചോദ്യം എന്താണ്? ന്യായാധീശ് കെ വിചാരോമേം ന്യായ് അന്യായ് കോൺ ജാൻതാ ഹേ, ആരാണ് അറിയുന്നത്? രാജാഹി, രാജാവ് തന്നെ അറിയുന്നു. അപ്പോൾ ജനത, हम समझते हैं कि जब महाराज न्याय की राह पर चलेंगे तब तक वे हम लोगों के राजा बने रहेंगे. മഹാരാജാവ് എപ്പോൾ വരെയാണോ നീതിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അപ്പോഴെല്ലാം അദ്ദേഹം ഞങ്ങളുടെ രാജാവായിരിക്കും എന്ന് ജനത പറഞ്ഞപ്പോൾ അവിടെ ഒരു ചോദ്യം ചോദിക്കാം. ജനത കെ മധുമേ രാജ കബ് തക്ക് രാജ ബനാ രഹേഗ, ജനങ്ങളുടെ അഭിപ്രായത്തിൽ രാജാവ് എപ്പോൾ വരെയായിരിക്കും രാജാവായിരിക്കുക? എപ്പോൾ വരെയായിരിക്കും? ജബ് തക്ക് മഹാരാജ് ന്യായിക്ക് രാഹുപ്പർ ചലേങ്കേ, ന്യായത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് എപ്പോൾ വരെയാണോ തബ് തക്ക് വേഹം ലോകം കെ രാജാബനെ രഹേങ്കെ, അപ്പോൾ വരെ ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ന്യായാധീശ് പറയാണ്, ലേക്കിൻ രാജാ കി ഇച്ഛാ കെ സാമനെ ഹമേ സിർ ചുക്കാനാ ഹി പടേക, എന്നാലേ രാജാവിൻ്റെ ആഗ്രഹത്തിന് മുന്നിൽ നമ്മൾ എന്തു ചെയ്യേണ്ടി വരും? സിർ ചുക്കാനാ പടേക, തല കുനിക്കേണ്ടതായിട്ട് വരും. അപ്പം ജനത, അഗർ വഹ ഇച്ഛ ന്യായ ഹോ അന്യായ ഹോ അധർമ്മ ഹോ തബുഭി, എന്നാൽ ആ ആഗ്രഹം ഒരുപക്ഷേ അന്യായവും അധർമ്മമാണെങ്കിലും അന്യായവും അധർമ്മവുമായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ കൂടി ചോദിച്ചപ്പോൾ ന്യായാധീശ് പറയുകയാണ്, ഹാം, അതേ, തബുഭി, ആണെങ്കിലും. അപ്പം ജനത, ക്യോം, എന്തുകൊണ്ട്? അപ്പം ന്യായാധീശ്, ഇവിടെ ആശ്രിക്ക് ബാധ്യ, വളരെ അത്ഭുതകരമായ കാര്യമാണ്. जानते नहीं कि महाराज के पास काफ़ी बड़ी फौज की ताकत है, മഹാരാജാവിൻ്റെ പക്ഷം വലിയ ഒരു സൈന്യത്തിൻ്റെ ശക്തി ഉണ്ടെന്ന് ജാൻതേ നഹീം, അറിയില്ലേ? ജനത, മഹാരാജ് की अदालत में बुलाने का आदेश दीजिए, മഹാരാജാവിനെ കോടതിയിലേക്ക് വിളിപ്പിക്കുവാൻ ഉത്തരവിട്ടാലും. അപ്പം ന്യായാധീശ്, മഹാരാജ് കോ അദാലത്ത് മേ ബുലാന പടേക, മഹാരാജാവിനെ അദാലത്തിലേക്ക് വിളിക്കേണ്ടി വരുമോ? അപ്പോൾ ജനത, അഗർ ആപ് ന്യായാധീശ് കാ കർത്തവ്യ പാലൻ നഹീ കർ സക്തേ തോ ഫിർ ഉസ്കാ കോയി ഫൈസല ഹം നഹീം മാനേങ്കെ, ന്യായാധിപൻ കർത്തവ്യം പാലിക്കുന്നില്ലെങ്കിൽ, കർത്തവ്യപാലൻ നഹീം കർ സക്തി, കർത്തവ്യം പാലിക്കുന്നെങ്കിൽ താങ്കളുടെ വിധികൾ, ഫൈസല, വിധികൾ ഞങ്ങൾ അനുസരിക്കേ ഇല്ല എന്ന് ജനത പറഞ്ഞപ്പോൾ കിസ് സ്ഥിതിമേം, ഏതവസ്ഥയിലാണ് ജനത ന്യായാധീശ് കാ ഫൈസല നഹീം മാനേങ്കെ, ഏതവസ്ഥയിലാണ് ജനങ്ങൾ ന്യായാധീശൻ്റെ ഫൈസല അംഗീകരിക്കാതിരിക്കുന്നത്? എപ്പോഴാണ്? ആ ന്യായാധീശ കർത്തവ്യപാലൻ നഹീം കർ സക്തി ഹോ, കർത്തവ്യപാലൻ ചെയ്യുന്നില്ലെങ്കിൽ, ന്യായാധീശൻ കർത്തവ്യപാലൻ ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവുകളൊന്നും ഞങ്ങൾ പാലിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. न्यायाधीश
തും സബ്കി ബാത്തി ന്യായ സംഗത് ഹേ, നിങ്ങളുടെ വാക്കുകൾ, ഏവരുടെയും വാക്കുകൾ നീതിയുള്ളതാണ്, ന്യായമാണ്. മഹാരാജ് കോ ബുൽവാ ഭേജിനേക്ക് അബ് സരൂരത്തിനേക്കും, മഹാരാജാവിനെ വിളിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല. വേ കുതുഹി ഇധർ ആരഹേധേ, സ്വയം അദ്ദേഹം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോഴേക്കും രാജാവ് പ്രവേശിക്കുന്നു. രാജ യഹാം ഭീഡ് ക്യോം ലഗി, ഇവിടെ എന്താണ് ഒരു ആൾക്കൂട്ടം? തും ലോകോം കോ ക്യാ ചാഹിയെ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അപ്പോൾ ജനത ഹമേം ന്യായ് ചാഹിയെ, മഹാരാജാവേ ഞങ്ങൾക്ക് നീതി കിട്ടണം. അപ്പോൾ രാജ ഇസ്കേ ലിയെ അദാലത്ത് ഹേ, അതിനാണ് കോടതി. വഹാം ജാനെ പർ ന്യായ് കെ ലിയെ സോച്നാ നഹിം പടേഗ, അവിടേക്ക് പോയാൽ നീതിയെക്കുറിച്ച് ചിന്തിക്കേണ്ടി പോലും വരില്ല. അപ്പോൾ ജനത माननीय न्यायाधीश से जानने आए हैं कि हेम के विरुद्ध മഹാരാജ की लड़ाई क्या उचित है, ഹേമിനോടൊപ്പമുള്ള മഹാരാജാവിൻ്റെ യുദ്ധം ഉചിതമാണോ എന്ന് ഞങ്ങൾക്ക് നീതിമാനിൽ നിന്നും അറിയണം. അപ്പോൾ രാജ ഉചിത് ഹേ, ഉചിതമോ? രാജ കഭി അന്യായ നഹീം കർ സക്തെ, രാജ ഒരിക്കലും എന്ത് ചെയ്യാൽ അന്യായം പ്രവർത്തിക്കാറില്ല. അപ്പോൾ ജനത രാജ ജബ് അന്യായ കർത്തേ ഹേ ഫിർ വേ രാജ നഹിം രഖ്തേ, രാജാവ് അന്യായം പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹം രാജാവായിരിക്കേയില്ല. രാജ തും ലോഗ് കടി ബാത്തേം കഹി രഹേ ഹോ, ഇസ്കാ പരിണാം സോച്ചിലോ, നിങ്ങൾ പരുഷമായിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ അനുചിതമായിട്ടാണ് സംസാരിക്കുന്നത്, ഇതിൻ്റെ പരിണതം എന്താണെന്ന് ചിന്തിക്കൂ. അപ്പോൾ ജനത രാജ कभी अन्याय नहीं करते, इस बात का मतलब आप ही सोच लीजिए. അപ്പോൾ പറയുകയാണ്, രാജാവ് ഒരിക്കലും അന്യായം കാണിക്കില്ല, താങ്കൾ അതിൻ്റെ പൊരുൾ ചിന്തിച്ചാലും. മഹാരാജ് ഹം സവിനയി ജാന്ന ചാഹത്തെ ഹേ കി ഹേം കാ അപരാധ് ക്യാ ഹേ, ഞങ്ങൾ സവിനിമയം അറിയുവാൻ ആഗ്രഹിക്കുന്നു, ഹേമിൻ്റെ അപരാധം എന്താണ്. രാജ ഇസ്കെ തോ മൈം ടീക്ക് സെ ബതാ നഹിം സക്ത, ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല. ജഹാം തക്ക് മുച്ചെ യാദ് ഹേ, എനിക്ക് ഇത്രയും ഓർമ്മയുണ്ട്. കി ഏക് ദിൻ രാജകൊട്ടാരത്തിലെ ഹാത്തി ജബ് ഘൂമിനെ നികൾത്താക, ചുറ്റാനിറങ്ങിയപ്പോൾ ടീക്ക് ഉസി വക്ത് ഹേമിനെ ഉസ്കെ സാമനെ ദൂക്ക് ദിയാ ഹേ, കൃത്യം അതിൻ്റെ മുന്നിൽ എന്തിയെ തുപ്പുകയുണ്ടായി. ഇസേ സഭീനെ ദേക്കാഹെ, ഇതിന് എല്ലാവരും സാക്ഷിയും. അപ്പം ജനത രാജാ കി കാനൂൻമേയും അഗർ ദണ്ഡ് ഹോനെ ലായക് ഹോത്തോ, അത് രാജാധികാരത്തിൽ ശിക്ഷാർഹമാണെങ്കിൽ അദാലത്തുമേ ഹേം പർ മുഖദമ്മ കേസ് ക്യോം ന ചലാ ജായേ, എന്തുകൊണ്ട് അതിനെതിരായി കേസ് കൊടുത്തില്ല? അപ്പം ആ ഭാഗത്തുനിന്ന് രാജാക്ക് വിചാർമേം ഹേം കാ അപരാധ ക്യാ ഹേ, രാജാവിൻ്റെ ചിന്തയിൽ ഹേം ചെയ്ത അപരാധം എന്താണ്, എന്തപരാധമാണെന്നാണ് പറഞ്ഞത്? രാജമകൾക്കാ ഹാത്തി ജബ് ഘൂമിനെ നികലാത്ത, ഇറങ്ങിയപ്പോൾ ടീ കുസി വക്ത് ഹേമിനെ ഉസ്കെ സാമനെ ദൂക്ക് ദിയ എന്ന് പറയുന്ന അപരാധമാണ് ചെയ്തതെന്ന് പറഞ്ഞു. അടുത്തായിട്ട് പറയുകയാണ്, രാജാ പറയും യാനി कि लड़ाई के आनंद और उल्लास से तुम लोग मुझसे अलग करना चाहते हो, യുദ്ധത്തിൻ്റെ ആനന്ദവും സന്തോഷത്തിലും നിങ്ങൾ എന്നെ വേറിട്ട് കാണുന്നു അല്ലേ? അവിടെ ഒരു ചോദ്യമുണ്ട്. यानी कि लड़ाई के आनंद और उल्लास से तुम लोग मुझसे अलग करना चाहते हो, लड़ाई से आनंद और उल्लास का अनुभव करने वाला राजा का, അങ്ങനെ ഉള്ള അനുഭവത്തിൻ്റെ രാജാവിനെ കുറിച്ചുള്ള ആപ്കാ വിചാർ ക്യാ ഹേ, നിങ്ങളുടെ ചിന്ത എന്താണ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്കും സ്വയം എഴുതാവുന്നതേ ഉള്ളൂ. സാധാരണ ജനത ലഡായി സെ ബഹുത്ത് പരേശാൻ ഹോത്തെ, സാധാരണ ജനങ്ങൾ യുദ്ധത്തിനെ വളരെയധികം പേടിക്കുന്നുണ്ട്. യുദ്ധക്ക് സമസ്യ ചോട്ടാ യാ ബഡാ ഹോ, യുദ്ധത്തിൻ്റെ പ്രശ്നം ചെറുതായിട്ട് വലുതാകട്ടെ, ഉസ്കാ പരിണാം ബഹുത്ത് ഭയാനക, അതിൻ്റെ പരിണിത ഫലം വളരെ ഭയാനകരമാണ്. ഐസേ രാജ, ഇങ്ങനെയുള്ള രാജാക്കന്മാർ ജനവാദീനഹിം, ജനപക്ഷത്ത് നിൽക്കുന്നവരല്ല, ജനതാക്കെ കോ സദാ ചുനൗത്തി ദേനേവാലാഹേം, ജനങ്ങളെ എപ്പോഴും വെല്ലുവിളിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള രാജാക്കന്മാർ. ആ ഉത്തരം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജനത ഇസീലിയെ കി ലഡായി അന്യായ, അതുകൊണ്ട് തന്നെയാണ് യുദ്ധം എന്താണെന്ന് പറഞ്ഞത്, അന്യായമാണെന്ന് പറഞ്ഞത്.
ഇപ്പോൾ രാജ ലേക്കിൻ ഹമേ ഇസ്കി ബേഹദ് സരൂരത്ത് ഹേ, എന്നാൽ ഞങ്ങൾക്ക് അതിൻ്റെ അത്യാവശ്യമുണ്ട്, അത്യധികമായി ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. അപ്പോൾ ജനത പറയാം, സരൂരത്ത് ആവശ്യമോ ആഗ്രഹമോ, ക്യോം എന്തുകൊണ്ട്? അപ്പോൾ രാജ ഖാലി ബൈഠെ ബൈഠെ ഹമാര സൈനിക് ലഡിന ഫൂൾത്തെ ജാ രഹേ ഹേ, വെറുതെ ഇരുന്നിരുന്ന് നമ്മുടെ സൈനികർ യുദ്ധം മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജനത തബ് തോ ഹം ലോഗ് ഹേമ് കി തരഫ്, അപ്പോൾ ഞങ്ങളെല്ലാവരും ഹേമിനോടൊപ്പമാണ്. ചലോ ഭായി, നടക്കൂ സഹോദരങ്ങളെ. ചൽക്കർ ഹേമ് കെ ഹാത്ത് മസ്ബൂത്ത് കരയും. ഹാത്ത് മസ്ബൂത്ത് കർണെന്ന് വെച്ചാൽ ഹാത്ത് കി ശക്തി പ്രദാൻ കർണ, ഹാത്ത് കി ശക്തി പ്രദാൻ കർണ എന്നാണ് അർത്ഥം. നമുക്ക് ആർക്ക് ശക്തി പകരാം? ഹേമിന് ശക്തി പകരാം. അങ്ങനെ സബ് ജാത്തേ ഹേ എന്ന് പറഞ്ഞ് എല്ലാവരും കടന്നു പോകുന്നു. മൂന്നാമത്തെ ദൃശ്യത്തിൻ്റെ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം.